നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കാത്തിരുന്ന ആ ദിവസം വരാറായിട്ടോ. അപ്പോൾ നാളെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 5 മാസമായി. അപ്പോൾ നാളെയാണ് നാട്ടിലേക്ക് പോണത്. അപ്പോൾ പോണതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ കൂടെ നിങ്ങളെല്ലാവരും കാണുന്ന എൻ്റെ പച്ചക്കറി തോട്ടം ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി ഒതുക്കി പെറുക്കി വെക്കാനുണ്ട്. പിന്നെ നാട്ടിൽ കൊണ്ടുപോകാനുള്ള ലഗേജൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇന്നൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒട്ടുമിക്ക പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. കാരണം ഞാൻ അധികം പിന്നെ കൃഷിയൊന്നും ചെയ്തില്ല. നല്ല മഴയായിരുന്നു. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ അധികം മഴയല്ല, വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വൈകുന്നേരം കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പോവാം. പിന്നെ ഇവിടെ നെയ്ക്കുമ്പളം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കുമ്പളങ്ങ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കുമ്പളം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നെയ്ക്കുമ്പളമാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റിൽ പറഞ്ഞു അത് നെയ്ക്കുമ്പളം അല്ല, മറ്റേ സാധാ വലിയ കുമ്പളങ്ങ ഉണ്ടല്ലോ അതാണ് അത് വലുപ്പം വെക്കാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും മനസ്സിലായിട്ടോ. കാരണം നെയ്ക്കുമ്പളം കുറച്ചൊന്ന് ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ, നല്ലോണം ചാര കളർ, അതായത് വൈറ്റ് കളറാവും അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ അതവിടെ ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. എന്തായാലും പോകാൻ നേരമായപ്പോഴത്തേക്കിനും നെയ്ക്കുമ്പളം എന്തായാലും ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നെയ്ക്കുമ്പളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ അവസ്ഥ. സുന്ദരിച്ചീരൊക്കെ അങ്ങ് മൂത്ത് പോയിട്ടു. ഇതൊന്നും ഞാൻ നോക്കാറേ ഇല്ല, അങ്ങോട്ടൊന്നും ഇറങ്ങി വരാറുമില്ല മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ചാക്കിൽ തക്കാളിയൊക്കെ നടണമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അതിന് ശേഷമാണ് നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ മഴയായി. അപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചാക്കൊക്കെ നിന്ന് കേടായി. ഇത് ഞാൻ നെൽസനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചാക്ക് എടുത്ത് കളഞ്ഞിട്ട് മണ്ണ് ഈ നമ്മുടെ ബെഡിലേക്ക് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത്. ഇന്ന് പിന്നെ നെൽസനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈസ്റ്ററിൻ്റെ ഒക്കെ ലീവിനാണ്. അപ്പോൾ അവരൊക്കെ ലീവിന് നാട്ടിൽ പോയതാണ്. ഇത് ഇന്നലത്തെ കാറ്റിന് ഇവിടെ ഒരു ചെറിയൊരു പന്തലുണ്ടായിരുന്നു, അത് ഒടിഞ്ഞിങ്ങോട്ട് വീണു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അങ്ങേ അറ്റത്ത് നിന്ന് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മളെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ നാട്ടിലായിരിക്കുമല്ലോ, ഈ കൃഷിയുടെ ഒന്നും ഉണ്ടാവില്ല. ഇതുണ്ട്, ആകെ കാട് പിടിച്ചെടുക്കണുണ്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എത്ര വെട്ടിയാലും ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് പിന്നെയും ഉണ്ടാവും. ഈ പുല്ലിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു അതായത് കന്നാസില്ലേ, വലിയൊരു കന്നാസ് പോലത്തെ സാധനം, പ്ലാസ്റ്റിക്കിൻ്റെ, അതൊന്നും കാണാനേ ഇല്ല, അത്രയും പുല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കോമ്പൗണ്ടിൻ്റെ പുറം ഭാഗം കേട്ടോ. ഫുള്ള് കാടായിട്ടുണ്ട്. അപ്പുറത്തത് നമ്മുടെ കപ്പയൊക്കെ നല്ല വലുതായി നിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, കണ്ടില്ലേ, പുല്ലാണ്, പാമ്പുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണല്ലോ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവാറില്ല. പിന്നെ നെൽസനാണെന്നുണ്ടെങ്കിലും പുല്ല് ഒരു ഭാഗത്ത് വെട്ടി അപ്പുറത്തെ ഭാഗത്തേക്ക് വെട്ടാൻ വരുമ്പോഴത്തേക്കിന് ആ വെട്ടിയ ഭാഗത്തെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടാകും. ഈ ഒരു കപ്പ എന്ന് പറയുന്നത് നമ്മൾ കമ്പ് നട്ടതല്ല കേട്ടോ, ഇതിൻ്റെ കപ്പേൻ്റെ കുരു ചാടിയിട്ടുണ്ടായ കപ്പയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിയട്ടെ. അരനേട്ട ഇവിടെ ഉണ്ടല്ലോ, അരനേട്ടനോട് പറയണം ഇതിൻ്റെ അടിയിൽ കപ്പ ഉണ്ടാകുന്നുണ്ടോ അതോ വെറുതെ ആണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് മുളച്ച് വരട്ടെ. മുളച്ച് വരില്ല, അടിയിലുണ്ടാവുമോ നമുക്ക് നോക്കാം. പിന്നെ പപ്പായയിൽ ഇഷ്ടംപോലെ പപ്പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്നും തിന്നാൻ പറ്റിയില്ല എന്നുള്ളൂ. ഒരു തോരൻ പോലും വെച്ച് കഴിക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഈ സമയത്ത് പപ്പായ കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് പപ്പായ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ക്യാരറ്റ് കടിയിലുണ്ട്, നല്ല കുഞ്ഞ് ക്യാരറ്റായിരിക്കും ഉണ്ടോ, കുഞ്ഞ് ക്യാരറ്റ്. ഇല വലുതാണ്, കുഞ്ഞ് ക്യാരറ്റ്. എന്താ വെച്ചാൽ മണ്ണിന് ഇളക്കം ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമുക്ക് നോക്കാനുള്ളൊരു ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ട്, എത്ര വലുപ്പമുള്ളൂ, കുഞ്ഞ് ക്യാരറ്റാണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അരനേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പറിച്ചോളും. പിന്നെ മുരിങ്ങേൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുരിങ്ങ മരം വെട്ടണൊക്കെ കാണിച്ചു തന്നില്ലേ, ഇതിലൊക്കെ നല്ല ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ നമ്മൾ കുറേ കഴിഞ്ഞു കേട്ടോ. മുരിങ്ങക്കായൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ ഉണ്ടായിട്ട് വേണം. സീസൺ നല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ ആവും ഇത്. ഇങ്ങനെ മുരിങ്ങക്കായ നിൽക്കുന്നുണ്ട്. നമ്മുടെ വാഴയൊക്കെ ഏകദേശം വലുപ്പം വെച്ചു. 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് വാഴക്കൊല ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാറ്റി നട്ട കുഞ്ഞ് വാഴേൻ്റെ
തൈകളൊക്കെ ദേ ഇത്ര വലുപ്പമായി. ഇത് പിന്നെ ഒരു കപ്പ കാട് തന്നെയായിട്ടോ ഇവിടെ. ഇതിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള 1-2 കപ്പക്കിഴങ്ങൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഒരാഗ്രഹത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാവുന്നതേ ഉള്ളൂ. പിന്നെ കപ്പ നമ്മൾ മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരും കഴിക്കും കേട്ടോ. അതായത് മലാവിയൻസും കപ്പ കഴിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇഷ്ടം പോലെ കപ്പ നമ്മളിപ്രാവശ്യം നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ അപ്പുറത്ത് ആ പുറത്തുള്ള കോമ്പൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് അവിടെ ഉണ്ട്. കുറേ കപ്പ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കപ്പ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗത്ത് വിശേഷം ഇത്രയേ ഉള്ളൂ. കപ്പ, വാഴ, പപ്പായ, മുരിങ്ങ, ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ഭാഗത്ത് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞാനിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ബെഡൊക്കെ ശരിയാക്കി പുതിയ വിത്തുകളൊക്കെ നട്ട് വരേണ്ട ഒരു സമയമായിരുന്നു. എന്തായാലും അതവിടെ അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ ഞാൻ ചെറുള്ളി കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ വെച്ചിട്ട്. അത് കാണിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം കണ്ടോ. ശരിക്കും ഇതിൻ്റെ ഇലയൊക്കെ പറിച്ച് നമുക്ക് തോരൻ വെക്കാമായിരുന്നു. ഈ ഒരു ബെഡ് മൊത്തം ചെറിയ ഉള്ളിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആവശ്യമുള്ളവരൊക്കെ പറക്കട്ടെ. ഞാൻ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ആണ് ഈ ബെഡ് മൊത്തം ചെറിയ ഉള്ളിയാണ്. ഇഷ്ടം പോലെ ഇവിടെ എനിക്ക് തോന്നുന്നു 2-4 കിലോ, ഒരു 5 കിലോ ചെറിയ ഉള്ളി ഈ ബെഡ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നല്ല ചെറിയ ഉള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലേ ദൂരെന്ന് നല്ല ഇലയാണ്. എനിക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ ഇടാനൊക്കെ തോന്നും. ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് തോരൻ വയ്ക്കാം. പിന്നെ നല്ല ചീരേൻ്റെ ഇലയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ചേമ്പുണ്ട്, അങ്ങനെ മുളക് ഇത് ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ചുമന്ന് കിടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കേട്ടോ. എല്ലാം ഇവിടുത്തെ പോയിട്ടുണ്ട്. അരനായിട്ട് ഇത് വ്ളാത്താങ്കര ചീര കേട്ടോ. ഇതിൻ്റെ വിത്ത് എടുത്ത് വെക്കണം കേട്ടോ. ചീര വിത്തൊന്നും അങ്ങനെ കേടുവരില്ല. അതാ വ്ളാത്താങ്കര. ഇത് റെയറാണ്, എടുത്ത് വെക്കുമോ? അരനേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ 2 കുമ്പളുണ്ട്, അതൊക്കെ പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ. പിന്നെ ഇവിടെ ഒരു ബട്ടർ നെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതേ ഉണ്ട് നിത്യവഴുതനേൻ്റെ വിത്ത് വീണ് മുളച്ച് ഇതിൽ കൂടെ പടർന്ന് കയറി കണ്ടോ. ഇതാണ് നിത്യമായിട്ട് ഈ സാധനം ഉണ്ടാവും. ഒരു വിത്ത് എട്ടാൽ മതി. അത് അവിടെ ഉണ്ടൊരു ബട്ടർ നെട്ട്. ഇത് മത്തന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേറെ എവിടെയോ ഒരെണ്ണം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബട്ടർ നെട്ടല്ലേ, നല്ല മൂത്തന്. ഇതിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെച്ചാൽ ഇനി ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു പപ്പായ പോയിട്ടോ, നശക്കുശേപ്പി. പിന്നെ ഇവിടുത്തെ പന്തലുകളെല്ലാം പോയി, കേടായി. കുറച്ച് പയർ അവിടെ ഉണ്ടായിട്ടുണ്ട്. പൂക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട്. റോസൊന്നും ഞാൻ വെട്ടിയൊന്നും ചെയ്തിട്ടില്ല. അരുണേട്ടൻ നമ്മൾ നഴ്സറിയും സ്കൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടേക്കൊക്കെ ഈ റോസൊക്കെ കൊണ്ട് നടണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ കൊണ്ട് നട്ടുകൂടെ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഒന്നും ആരും നോക്കില്ലേ, കേടൊന്നും പോവില്ലേ. ഇത് പിന്നെ അതെ നമ്മുടെ കോസ്മസ് ദൂരം ഉണ്ടായെന്നറിയോ. എന്ത് ഭംഗിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല തട്ടായിട്ടുള്ള കോസ്മസാണേ. അതുണ്ടോ, ചെടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഈ ചെടികളൊന്നും. കാരണം വയ്യായിരുന്നു. ഇതിൽ ഇറങ്ങി പണിയെടുക്കാനുള്ളൊരു ത്രാണി ഉണ്ടായിരുന്നില്ല. ഇഞ്ചി കണ്ടോ, നമ്മൾ ഇപ്രാവശ്യം നട്ട ഇഞ്ചിയാണ്. അത്യാവശ്യം നന്നായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിന് മൂട്ടിലൊക്കെ നല്ല ഇഞ്ചി ഉണ്ട്. ഞങ്ങളിപ്പോൾ പോകണത് എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മുടെ നെയ്ക്കുമ്പളം ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ ഞങ്ങളൊന്ന് കാണിക്കാം. ഒരു ഹരിബറി ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ, പെട്ടെന്ന് എടുക്കുന്നത്. ആണോ കപ്പക്കാട് എന്ന് പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ നമ്മൾ കപ്പ ഇട്ട് വെച്ചേക്കുക. ഒരു മാവും തൈ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ നെയ്ക്കുമ്പളം ഉണ്ടായത്. കാണില്ലല്ലോ എവിടെയാന്ന് കണ്ടോ. അത് നെയ്ക്കുമ്പളല്ല, അത് വലിയ കുമ്പളം. എന്താ ഒന്ന് കാണിച്ചെടുത്ത് തരണേട്ടാ. ദേ ഇവിടെ ഇതുണ്ടോ. നമുക്ക് 1-2 പറിക്കാം, ബാക്കി അരനേട്ടൻ പറിച്ചോളും.
മൂത്തരച്ചാൽ മതി, ബാക്കി ആവുന്നല്ലേ ഉള്ളൂ. കുഞ്ഞ് തലേന്ന് ഈ കുമ്പളം പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ പ്രാണികളൊക്കെ കുത്തിയിട്ടുണ്ട് തോന്നുന്നു. ഉറുമ്പുണ്ട് ഇട്ടായിരുന്നേട്ടാ ഇവിടെ, നല്ല ഉറുമ്പുണ്ട്. രണ്ടെണ്ണം മതി, കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തോളുണ്ട്. പിന്നെ ഞങ്ങൾ മാനേജ് ഹൗസിലെടുത്തോ ബാച്ചിലേഴ്സിൻ്റെ മെസ്സിലേക്കാണ് ഇനി ഇവർ മാറുന്നത്. കൃഷി ചെയ്ത് അവർക്ക് മെസ്സിലേക്ക് പച്ചക്കറി ഒന്നും വാങ്ങേണ്ടി വരില്ല കേട്ടോ. ശരി കേട്ടോ. കപ്പയൊക്കെ വീണിട്ടുണ്ട്, അതിൻ്റെ മൂട് കണ്ടോ, കപ്പയൊക്കെ മൂത്തണം. മുന്നിൽ നമ്മൾ നട്ട വാഴ ഇതൊക്കെ നേന്ത്രവാഴയാണ് കേട്ടോ. ഇവിടെ കിട്ടാത്തൊരു സാധനമാണിത്. ഇതൊക്കെ അത്യാവശ്യം നല്ലോണം വലുപ്പം വെച്ചിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് ചെടികളൊക്കെ ഇത് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഇതിലൊന്നും പൂവുണ്ടായില്ല കേട്ടോ. ഇതൊരു ലുക്കിനങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടില്ലേ കുറേ കോസ്മോസ് ഉണ്ടായിരുന്നു, ഇതൊക്കെ പൂത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കട്ടെ. ഇനി ഞാൻ പോയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അത് ഈവനിങ്ങിലാണ് ചെയ്യാൻ വിചാരിക്കും. ഞാൻ പോയി ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. പിന്നെ ഈ ഒരു ജമന്തി ഉണ്ടല്ലേ നല്ലോണം പൂത്ത് നിൽക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ പൂവ് കഴിഞ്ഞു കേട്ടോ, ഉണങ്ങിയ പോലെയായി. ഇത് നന്നായി പൂത്തുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാം. പരിപാടി ഞങ്ങള് നമ്മള് എന്താ പറയാ നാട്ടിലേക്ക് സുനി പറന്നു പോകാനുണ്ട്. എന്താ പറയാ അപ്പൊ തിങ്കളാഴ്ചയാണ് നാട്ടിൽ പോണേ. അപ്പൊ അതുകൊണ്ട് സാധനങ്ങളൊക്കെ അടുക്കി ഞങ്ങളൊരു വെയിങ് മെഷീനൊക്കെ എടുത്തുകൊണ്ടെന്ന് വെയിങ് മെഷീൻ ഞങ്ങള് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചെറിയൊരു വ്ലോഗ് എടുക്കാൻ, ചിലപ്പോൾ ഇന്നത്തെ നാളത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ടാവും, അല്ലെങ്കിൽ ഇന്നത്തെ മാത്രമായിട്ട് വെച്ചിട്ടാണ് വരിക. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള 2 പീസാണ്. 2 ലഗേജ് എടുക്കാം, പിന്നെ ഒരു ഹാൻഡ് ലഗേജ് എടുക്കാം. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ ആദ്യം വിചാരിച്ചത് നാട്ടിൽ പോകാൻ ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള സിസ്റ്റർ പോകുന്നുണ്ട്, നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ ടിക്കറ്റ് ആക്കി. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ വേറെ 2 സിസ്റ്റർമാരും കൂടെ നാട്ടിലേക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആൾ പോകാൻ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോണേൻ്റെ ഒരാഴ്ച മുന്നെയാണ് അഞ്ചിയും കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അഞ്ചിക്ക് മേലുവേദനയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ വേറെ ആളും കൂടെ ഉണ്ട്, പ്രവീണേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു കസിനാണ്. അപ്പോൾ പ്രവീണേട്ടൻ നാട്ടിൽ പോകുന്നുണ്ട്. പ്രവീൺ ഞങ്ങൾ 6 പേരാണ് കേട്ടോ. അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാരാണ് ഞങ്ങൾ പോകാൻ. അപ്പം 5ൻ്റെ ഒരു ലഗേജ് ഫ്രീ ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് നമ്മുടെ എടുത്ത് വെച്ചിരുന്നു, കൊണ്ടുപോകണില്ല വെച്ചിട്ട്. അപ്പം അതും കൂടെ കൊണ്ടുപോയി വെച്ചിട്ട് അതും കൂടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ പെട്ടി പാക്കിംഗ് ആണ് ഇവിടെ പരിപാടി. പെട്ടി പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ നിന്നൊക്കെ വരുന്ന പോലെ, ഗൾഫിൽ നിന്ന് വരുന്ന പോലെ ഒന്നും നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പിന്നെ ഇവിടെ കയറി നമ്മുടെ ചൈന ഷോപ്പിൽ നിന്നോ അല്ലാത്ത ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്കുള്ള കുട്ടികളുടെ ക്ലിപ്പോ അങ്ങനെ നമ്മുടെ അനിയത്തിമാർക്കുള്ള നമ്മളെ ചേച്ചിയുടെ മക്കളും ഒക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ആൾക്കാർക്കുള്ള സാധനങ്ങളൊക്കെ. അതെ, പിന്നെ കുറച്ച് കോഫി പൗഡറും അങ്ങനത്തെ ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. ഏറ്റവും കൂടുതൽ തുണിയാണ്. സുമി നാട്ടിലേക്ക് വന്നിട്ട് സുമിന്റെ ഡ്രസ്സ് ക്ലോത്ത് എല്ലാം തിരിച്ചു കൊണ്ടുപോകണം. കാരണം ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പൊ ആ 1 വർഷത്തിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ വെച്ച് പോകണില്ല, കുഴപ്പമില്ലാത്ത എനിക്ക് പാകാവുന്നതുമാണ്. അപ്പൊ ഇതൊരു പെട്ടിയുണ്ട്, പിന്നെ അതൊരു പെട്ടി, പിന്നെ ഇതാണ് ഹാൻഡ് ലഗേജ്. പിന്നെ ഞാൻ പറഞ്ഞില്ല 5ൻ്റെ ഒരു ലഗേജ് എക്സ്ട്രാ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു കാർട്ടൺ ബോക്സ് ആക്കി. അതിൽ നമ്മളെ സാധനം തന്നെ കൊണ്ടുപോകുന്നത്. 5ക്ക് കുറച്ച് സാധനം ഉള്ളു പറഞ്ഞു.
കാരണം ഞാനാണ് ലോങ് ടേമിലേക്ക് നാട്ടിലേക്ക് പോകണത്. അപ്പോൾ നമുക്ക് 17 ഏകദേശം എല്ലാം വെയിറ്റ് കറക്റ്റാണ്. നമുക്ക് ഒരു പെട്ടിയിൽ 23 കിലോ ഉണ്ടാവാം അല്ലേ? 23 പക്ഷെ നമ്മൾ 22 ആക്കാറുള്ളൂ. കാരണം കറക്റ്റ് ആക്കി അവിടുത്തെ വെയിങ് മെഷീൻ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു കുറെ പൈസ നമ്മൾ മേടിക്കും. അപ്പൊ നല്ല നമ്മൾ അത്ര വെയിറ്റ് ഇല്ലായിരിക്കും. 22 കിലോ എല്ലാത്തിലും പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പാക്കിങ്ങിലേക്ക് പോകാമാണ്. ഈ കാർട്ടൺ ബോട്ടിൽ അത്യാവശ്യം വേണ്ട അൽക്കുലത്തെ സാധനങ്ങളൊക്കെ നടക്കാൻ കരുതി. ബാക്കി നമ്മുടെ അൽക്കുലത്തെ സാധനങ്ങൾ ഇതിലൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് നേരെ പോയിട്ട് പാക്കിങ്ങിലേക്ക് പോലെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ഹെഡേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ കാട്ടൺ ബോക്സിൽ ആദ്യം ഒരു ബോക്സിൽ എൻ്റെ തുണി മാത്രം അടുക്കി വെച്ചിട്ടാണ്. പക്ഷെ അത് കൊള്ളണില്ല തോന്നിയപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിണ്ടായിരുന്നു. അതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വന്നാലേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെട്ടിയിലേക്ക് റീപാക്ക് ചെയ്യാണ്. അപ്പം ഞാനിത് അരനേട്ടിന് ഓരോരോ തുണിയായിട്ട് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അരനേട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം മറ്റേ ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് കുഞ്ഞ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അരനേട്ടനാട്ടോ മൊത്തം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പം അത് ആ പെട്ടീൻ്റെത് സെറ്റായി കഴിഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഏകദേശം വെയിറ്റ് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് 2 പെട്ടിയിലാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പെട്ടിയിൽ നിന്ന് ഇതേ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കുകയാണ്. ഇനി അതിൽ കറക്റ്റായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ പെട്ടി പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു പണിയുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമാണ് നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഒരു ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇത് ഇച്ചിരി മല്ലിക്കെട്ട് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഹരനേട്ടനും ഞാനും കുറച്ചൊക്കെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാത്തിനും വെയിറ്റൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചു. ആ ഒരു കാർട്ടൺ ബോക്സ് ഉണ്ടായിരുന്നത് ഹരനേട്ടൻ നന്നായിട്ട് റാപ്പ് ചെയ്യും ഒരു കയറ് കൊണ്ട് കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അത് ശ്രദ്ധിച്ച് കെട്ടിയിട്ടുണ്ട്. അതൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ ജയരാജ് സ്വീറ്റ് പൊട്ടറ്റിനെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ നിന്നൊരു ചെറിയ കഷ്ണം കിഴങ്ങാണോ വള്ളിയാണെന്ന് അറിയില്ല, എന്തോ കൊണ്ട് നട്ടപ്പോൾ കിഴങ്ങിനെ ഒന്ന് നട്ടത്. അത് നട്ടപ്പോൾ ജയരാജിന് കിട്ടിയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റയാണിത്. 4 കിലോയും 755 ഗ്രാമും, അതായത് 4.25 കിലോ ഉള്ള ഒരു വലിയൊരു സ്വീറ്റ് പൊട്ടറ്റോൻ്റെ കിഴങ്ങ് കിട്ടിയിട്ട് അത്രയും ഫലപുഷ്ടിയുള്ള മണ്ണാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു അടയാളമാണിത് ഇത്രയും വലിയൊരു സ്വീറ്റ് പൊട്ടറ്റോ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ജയരാജ് മുറിച്ചെറിയ തരികയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ചെറുത് മതി, കാരണം പോകാനായാലും ഇനിയിപ്പോൾ ഇത് വെച്ച് വെച്ചാൽ അത് തിന്നത്തുമില്ല. അപ്പോൾ ഇതേ ചെറിയൊരു കഷ്ണം അതിന് മുറിച്ചെടുത്തിട്ടുണ്ട് അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നാട്ടിൽ പോകുന്ന വീഡിയോയും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിൽ ഓറഞ്ച് കളറുള്ള സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ബൈ ബൈ.